നമസ്കാരം. എല്ലാവർക്കും വോയിസ് ഓഫ് ഹരികൃഷ്ണൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര, ഡയറക്റ്റഡ് ബൈ ഡൊമിനിക് അരുൺ. നമ്മുടെ തരംഗം സിനിമയുടെ സെയിം ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ രണ്ടാമത്തെ സിനിമയാണത്. അപ്പോൾ ഞാൻ ട്രെയിലർ കാണാൻ പോണേ ഉള്ളൂ. ട്രെയിലർ കണ്ടിട്ട് ബാക്കി പറയാം. ഈ കല്യാണ പ്രദർശൻ്റെ ഒരു ഇതൊക്കെ കൊള്ളാം, നല്ല ഫ്രെയിംസ്. ഭയങ്കര ഹിഡൻ ക്യാരക്ടറാണ്, എന്തൊക്കെയോ മറച്ചിരിക്കാൻ കഴിയുന്നില്ല. മുസ്ലിം എഡിറ്റർ ചെമൻ ചാക്കോ, അരുണുണ്ടല്ലോ, ജെയ്ക്സ് വിജയ് മ്യൂസിക്. പോലീസാണ് അധികം. ഭയങ്കര ക്യൂരിയസ് ആണല്ലോ ക്യാരക്ടർ. മിനിഷ് രവി സിനിമാറ്റോഗ്രാഫി. കിടന്ന ആക്ഷൻ. വർക്ക് ഫോർ ഫിലിംസ് ദുൽഖറിൻ്റെ. ചന്തു സലികുമാർ കൊള്ളാം, ഒരു വെറൈറ്റി ഉണ്ട് മൊത്തത്തിൽ. ലോക ഡൊമിനിക് അരുൺ ഡയറക്ടർ. ആരാണ് ഇവര്? ആരാണ് മുദ്ര? ഓഗസ്റ്റ് 28. ഓക്കെ, ട്രെയിലർ കണ്ടു കഴിഞ്ഞു. എന്താ പറയുക, കല്യാണി പ്രിയദർശൻ്റെ നമ്മുടെ ആൻ്റണി എന്ന സിനിമയായിരുന്നു കുറച്ച് ആക്ഷന് പുള്ളിക്കാരി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് വന്നത്. സോ ഇപ്പോൾ വീണ്ടും പുള്ളിക്കാരി ഒരു അപ്ഗ്രേഡ് സാധനമായിട്ട് വരുന്നു. കൊള്ളാം, ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയാണ്. എന്താ പറയുക, കല്യാണി കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഹാൻഡിൽ ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ കാണാനുണ്ട്. കൊള്ളാം, ഒരു മിസ്റ്റീരിയസ് ആയിട്ടൊരു ലേഡി. എവിടെ നിന്നോ ഒരു അടുത്തുനിന്ന് വരുന്നു, ആരുടെയോ ഒരു നിർദ്ദേശത്തിന് വേണ്ടി എന്തൊക്കെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എന്തോ ഒരു ആവശ്യത്തിന് അവരെ വിളിച്ചിരിക്കുന്നു. എന്താണെന്നൊരു പിടികിട്ടണില്ല. ആരാണ് ഈ സുപ്രീം? അവരുടെ സുപ്രീം ആരാണ്? നമുക്ക് കുറേ ക്യാമിയോ റോളൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത്. ടൊവിനോ ആണോ, സണ്ണി വെയിനാണോ, അതോ ദുൽഖർ സൽമാനാണോ? ആരും ആയിരിക്കാം. ക്യാമിയോ റോൾ ഉണ്ടെന്നൊരു പ്രവചിക്കുന്നുണ്ട് എവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തർ. അതിൻ്റെ ഒരു വ്യക്തത എവിടെയും ഇതുവരെ തന്നിട്ടില്ല. പക്ഷെ ഒരാളെ കാണിക്കുന്നുണ്ട് ആ ട്രെയിലറിൻ്റെ ലാസ്റ്റ്. സോ ഐ ആം ഓൾസോ എക്സ്പെക്റ്റിംഗ്. ആരായിരിക്കും? പ്രതീക്ഷയുണ്ട് ഇവരിലൊരാളായിരിക്കും. എന്താ പറയുക, പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ഡൊമിനിക് അരുണാണ്, തരംഗം സിനിമയുടെ. അദ്ദേഹം ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വരുന്ന ഒരു ബ്ലാക്ക് കോമഡി ഫാൻറ്റസി ജാനറിലൊരു പടമായിട്ടാണ് വന്നത് തരംഗം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. നമ്മുടെ ടൊവിനോ തോമസിൻ്റെ. അത് എല്ലാവർക്കും കറക്റ്റ് ആവുന്ന ഒരു കഥയല്ല. അത് മിക്സഡ് റിവ്യൂ ആയിരുന്നു ആ പടത്തിന് ഇറങ്ങിയ സമയത്ത്. ബട്ട് എന്തോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട, ഞാനതങ്ങനെ ഒരു ക്യൂരിയസ് ആയിട്ടിരുന്ന് കണ്ടു തീർത്ത സിനിമ. ഇടയ്ക്ക് വരുമ്പോൾ കാണാൻ എനിക്ക് ഒരു ഉണ്ണിമൂന്നൻ്റെയൊക്കെ ഒരു റോള് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിനിമ കഴിഞ്ഞ് ഭയങ്കര ഒരു ഗ്യാപ്പിന് ശേഷം, അന്ന് 2017 തോന്നുന്നു ഈ പടം ഇറങ്ങിയത്. പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം അതേ ഇപ്പോൾ ഈ പടമായിട്ട് വന്നതാണ്. ബട്ട് ഇതിൻ്റെ ഡയറക്ടർ ആരാന്നുള്ള എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഈ സിനിമ ഇറങ്ങിയ സമയം തൊട്ട്. ബട്ട് ഇത് ഇങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി. കാര്യം ഇങ്ങേരുടെ കരിയറിൽ ഈ ഒരു മലയാളം പടം കഴിഞ്ഞിട്ട് പുള്ളി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കൂടുതൽ ഷോർട്ട് ഫിലിംസൊക്കെയാണ് ഇങ്ങനെ കൂടുതൽ എടുത്തേക്കുന്നത്. ഇപ്പോൾ അതേ ഇങ്ങനൊരു പടം ഇട്ട് വന്നേക്കും, അതും DQ പ്രൊഡ്യൂസറായിട്ട്. പുള്ളിയുടെ DQവിൻ്റെ 7th പ്രൊഡക്ഷനിൽ വരുന്ന പടമാണെന്നാണ് ഞാൻ കേട്ടത് ഈ പടം. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ നിമിഷ് രവിയാണ്. പിന്നെ ജെയ്ക്സ് വിജയും ചെമൻ ചാക്കോയാണ് എഡിറ്ററും മ്യൂസിക്കൊക്കെ ഹാൻഡിൽ ചെയ്തേക്കണേ. സോ അവരുടെ ഒരു പരിപാടികളൊക്കെ നമ്മളിപ്പോൾ കുറേ പടങ്ങൾ കണ്ടു കഴിഞ്ഞു. ഓഫീസർ ഓൺ ഡ്യൂട്ടി, നമ്മുടെ ഈ പറഞ്ഞ ഐഡൻറ്റിറ്റി, അങ്ങനെ കുറേ പടങ്ങൾ അവരെടുത്തു. ഇവിടെ അടുത്തിറങ്ങിയ നമ്മുടെ ലാലേട്ടൻ്റെ പടം തുടരും. ഇതിലൊക്കെ ഒരു എന്താ പറയുക, ക്യൂരിയസ് ആണ്. അവരുടെ ബീജവും കാര്യമൊക്കെ നമ്മൾ തിയേറ്ററിൽ നിന്ന് അങ്ങോട്ട് ആസ്വദിച്ച്
മുഴുങ്ങിപ്പോവും. അതുപോലെയൊക്കെ തന്നെ ഒരു സംഭവമുണ്ട്. ഈ ട്രെയിലർ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് തിയേറ്ററിൽ തന്നെ കാണാൻ തോന്നുന്നുണ്ട്. ഞാൻ ഭയങ്കര ഒരു എന്താ പറയുക രോമാഞ്ചമൊക്കെ കൊള്ളുന്നുണ്ട് അതിൽ ചില സീനൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് 28 സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യണം, ഓണം റിലീസിനോടനുബന്ധിച്ച്. അപ്പം ഞാനും നിങ്ങളെപ്പോലെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സിനിമ കാണാൻ വേണ്ടി. ഭയങ്കര എക്സൈറ്റിങ്ങിനാണ്. അപ്പോൾ നമ്മുടെ ക്യാമിയോയിനും ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലെ ഇവരെല്ലാവരും വരുന്ന ഒരു കോമ്പിനേഷനിൽ തിയേറ്റർ കുടുങ്ങും എന്നൊരു ഫീലാണ്. മൊത്തത്തിലൊരു പൊളിയായിരിക്കും. തിയേറ്റർ കത്തും, ഓണം തൂക്കുന്നൊക്കെയാണ് തോന്നുന്നത് കണ്ടിട്ട്. സോ വെയിറ്റ്. താങ്ക് യു.